നമസ്കാരം. ഫലസ്തീൻ സായുധ സംഘം പിടികൂടിയ ഏറ്റവും പ്രായം കുറഞ്ഞ 2 പേർ ഉൾപ്പെടെ 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ വ്യാഴാഴ്ച കൈമാറുമെന്ന് ഹമാസ് അറിയിച്ചിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബിബാസ് കുടുംബത്തിലെ ഷിരിയും 9 മാസവും 4 വർഷവും പ്രായമുള്ള അവരുടെ കൊച്ചുകുട്ടികളായ കെഫിറിന്റെയും എരിയലിന്റെയും മൃതദേഹങ്ങൾ ഇതിൽ ഉൾപ്പെടുമെന്ന് ഗ്രൂപ്പിന്റെ ചർച്ചക്കാരനായ ഖലീൽ അൽ ഹയ്യ പറഞ്ഞു. ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് 3 പേരും കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് ആരോപിക്കുന്നു. ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. കുട്ടികളുടെ പിതാവ് യാഡനെ ഈ മാസം ആദ്യം ഹമാസ് മോചിപ്പിച്ചിരുന്നു. ബന്ദികളാക്കപ്പെട്ട 6 പേരെ ഹമാസ് ശനിയാഴ്ച മോചിപ്പിക്കുമെന്ന് അൽ ഹയ്യ പറഞ്ഞു. പകരമായി കഴിഞ്ഞ ഒക്ടോബർ മുതൽ അറസ്റ്റിലായ എല്ലാ സ്ത്രീകളെയും 19 വയസ്സിന് താഴെയുള്ളവരെയും ഇസ്രായേൽ മോചിപ്പിക്കുകയും ഈജിപ്ത് അതിർത്തിയിലൂടെ ഗസയിലേക്ക് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ചില ഉപകരണങ്ങൾ അനുവദിക്കുകയും ചെയ്യും. ബിബാസ് കുടുംബത്തിന്റെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ അധിനിവേശ തടവുകാരുടെ 4 മൃതദേഹങ്ങൾ ഫെബ്രുവരി 20 വ്യാഴാഴ്ച കൈമാറാൻ സംഘം സമ്മതിച്ചതായി അൽ ഹയ്യ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചു. പകരം 1900 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സമ്മതിച്ചു. അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുകയും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന കരാറിന്റെ 2ാം ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾ ഈ മാസം ആദ്യം ആരംഭിക്കേണ്ടതായിരുന്നുവെങ്കിലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടേണ്ട എല്ലാ ബന്ദികളെയും ഒറ്റയടിക്ക് മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് പറഞ്ഞു. എന്നാൽ ബാക്കിയുള്ള 60-ലധികം ബന്ദികൾ ഉൾപ്പെടുന്നവരുടെ മോചനം ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായും പിൻവലിക്കുന്നതിനെയും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിനെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഹമാസ് വക്താവ് വ്യക്തമാക്കി. ഗാസയിൽ ഹമാസിന്റെയോ മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനകളുടെയോ സാന്നിധ്യം ഇസ്രായേൽ അംഗീകരിക്കില്ലെന്നും എന്നാൽ ചർച്ചകൾ ഫലപ്രദമാണെങ്കിൽ വെടിനിർത്തൽ നീട്ടാൻ ഇസ്രായേലിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കരാറിലെത്താൻ സാധ്യതയുള്ള ഒരു ക്രിയാത്മകമായ സംഭാഷണമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ സമയപരിധി കൂടുതൽ ദൈർഘ്യമേറിയതാക്കും എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ സൈനികരും സാധാരണക്കാരും മരിച്ചവരും ജീവനോടെയുള്ളവരുമായ മൊത്തം 73 ബന്ദികളെ നിലവിൽ ഗാസയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ തായ്, നേപ്പാൾ പൗരന്മാരും ഉൾപ്പെടുന്നു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഏകദേശം 251 പേരെ ബന്ദികളാക്കി. ഏകദേശം 1200 പേർ കൊല്ലപ്പെട്ടു. 15 മാസത്തെ സൈനിക ആക്രമണത്തിലൂടെ ഇസ്രായേൽ പ്രതികരിക്കുകയും 47,460 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തതായി ഗസയുടെ ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയം പറയുന്നു.